ഹലോ ഗായ്സ്, അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് കൊട്ടിയൂർ അമ്പലത്തിലാണ്. നമ്മൾ വിചാരിച്ചത് നല്ല തിരക്കുണ്ടാവുന്നു. അപ്പൊ ഇന്ന് പക്ഷെങ്കിൽ ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല. നമ്മള് ബ്ലോക്കിലെല്ലാം വിടുന്നു, പക്ഷെ ഒന്നും പറ്റിയില്ല. നമ്മൾ നേരത്തെ ഇങ്ങോട്ടെത്തി. അപ്പൊ നമ്മൾ അമ്പലത്തിന്റെ കവാടത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ അക്കരെ കൊട്ടിയൂർ ഇക്കരെ കൊട്ടിയൂർ എന്ന് പറഞ്ഞ രണ്ട് ക്ഷേത്രമാണ് ഉള്ളത്. ആദ്യം അക്കരെ അമ്പലത്തിലാണ് തൊഴേണ്ടത്. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. ഇവിടെ ഒരുപാട് കടയുണ്ട്. അതിന് നടുവിലൂട്ടുള്ള വഴിയിലൂട്ടിയാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത്. അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് 2-3 വഴിയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ വഴിയിലൂട്ടിയാണ് പോകുന്നത്. പുഴയുടെ നടുവിലൂട്ടിയുള്ള പാലത്തിലൂട്ടിയാണ് നമ്മൾ പോകുന്നത്. കുറേ വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. കുറച്ച് ദൂരമുണ്ട് അമ്പലത്തിലേക്ക് നടക്കാൻ. ഇപ്പൊ കുറച്ച് തിരക്കുള്ള പോലെ തോന്നുന്നുണ്ട്. ദക്ഷയാഗം നടത്തിയ സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് ഇവിടുത്തെ വിശ്വാസം. സതീദേവി പരമശിവനെ കല്യാണം കഴിച്ചപ്പോ സതീദേവിന്റെ അച്ഛനായ ദക്ഷൻ അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അദ്ദേഹം ഒരു യാഗം നടത്തി. 14 ലോകത്തിലുള്ള ദേവന്മാരെ അദ്ദേഹം ക്ഷണിച്ചു. പക്ഷെ ശിവനെ മാത്രം ക്ഷണിച്ചില്ല. ക്ഷണിക്കാതെ തന്നെ സതീദേവി യാഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി. ക്ഷണിക്കാത്ത അവിടത്തേക്ക് സതീദേവിനെ പറഞ്ഞുവെച്ചതുകൊണ്ട് അദ്ദേഹം അവിടെ വെച്ച് ശിവനെ അപമാനിച്ചു. സതീദേവി ആ സങ്കടത്തിൽ അവിടെയുള്ള യാഗാഗ്നിയിൽ ചാടി ജീവനെടുത്തു. ഇതറിഞ്ഞ പരമശിവൻ ദേഷ്യം വന്ന് ജട പറിച്ച് നിലത്തടിച്ചു. അതിൽ നിന്ന് വീരഭദ്രൻ ജനിച്ചു. അതിനുശേഷം വീരഭദ്രൻ ദക്ഷന്റെ യാഗശാലയിൽ ചെന്ന് താടി പറിച്ച് തലയറുത്തു. ദേവന്മാരും ഋഷിമാരും വിഷ്ണുവും ബ്രഹ്മാവും ചേർന്നാണ് ശിവനെ ശാന്തനാക്കിയത്. ദക്ഷന്റെ തല ചിതറിപ്പോയതിനാൽ ആടിന്റെ തല വെച്ചിട്ടാണ് ശിവൻ വീണ്ടും പുനർജീവിപ്പിച്ചത്. അതിനുശേഷം വീണ്ടും യാഗം നടത്തി. പിന്നീട് ആ സ്ഥലം വനമായി മാറി എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം. അങ്ങനെ നമ്മൾ അമ്പലത്തിന്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. പിന്നെ ചിലരൊക്കെ ഈ പുഴയെ കുളിച്ചിട്ടാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. ഇവിടെയൊക്കെ ചളിയാണ്. പിന്നെ ചെരുപ്പങ്ങ് അഴിച്ചു വെക്കുന്നതുകൊണ്ട് കാലിന് ഫുള്ള് ചളിയായി. ഇതിലേ ഒരു വഴിയുണ്ട് അമ്പലത്തിലേക്ക് പോവാൻ. പിന്നെ താഴെ വെള്ളത്തിലൂട്ടിയും പോവാം. നമ്മൾ വെള്ളത്തിലൂട്ടിയാണ് പോയത്. പിന്നെ വെള്ളത്തിലൂടെ പോയതുകൊണ്ട് കാലിലുള്ള ചളിയൊക്കെ പോയി. ആദ്യം അച്ഛൻ മുകളിലോട്ട് പോവാന്നാണ് വിചാരിച്ചത്. പിന്നെ പകുതി എത്തിയപ്പോ അവിടെയൊക്കെ ചെളിയാന്നും പറഞ്ഞിട്ട് അച്ഛൻ താഴോട്ട് തന്നെ കീഞ്ഞു വന്നു. ഇതിലെ നടക്കുമ്പോ കല്ലിൽ ചവിട്ടുമ്പോ കാല് വേദന എടുക്കുന്നുണ്ടായിരുന്നു. സാധാരണ ഇങ്ങനെയൊന്നും ഇതിലെ നടക്കാൻ പറ്റില്ല, നല്ല തിരക്കായിരിക്കും. പാവൻ ഇതിലെ നടത്തിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കാല് വേദന എടുക്കുന്നതുകൊണ്ട് ഓളച്ച് നടത്തിച്ചില്ല. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നു. പാവയുടെ തലയിൽ തൊപ്പി വെച്ചു കൊടുത്തു. പക്ഷെ അവളത് വെച്ചില്ല. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് തിരക്കായി.
അപ്പോൾ വെള്ളത്തിലൂടെയാണ് പ്രദർശനം വെക്കേണ്ടത്. നമ്മൾ വന്നപ്പം വേഗം പോയി പ്രദർശനമൊക്കെ വെച്ചു. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ ആനേനെ കാണാൻ വേണ്ടി പോയി. 2 ആനയായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ എനിക്ക് തുടർന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പേടിയായ, ആരും പോയി തൊട്ടില്ല. നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ അമ്പലത്തിനുള്ളിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് റോഡിനെത്താനായിട്ടുണ്ട്. റോഡിനെത്തിയപ്പോൾ സുനിമൂർത്തി ഉണ്ടായിരുന്നു അവിടെ. സുനിമൂർത്തിൻ്റെ വീട് ഇവിടെ തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ ഇക്കരെ അമ്പലത്തിലേക്ക് പോവാണ്. സാധാരണ ഇക്കരെ അമ്പലത്തിലാണ് പൂജയൊക്കെ നടക്കുന്നത്. പിന്നെ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ പൂജയൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ അവിടെ പോയി തൊഴുത് തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. അതിനുള്ളിലേക്ക് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് അതിനുള്ളിലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല.
റോഡിലേക്ക് പോയി അവിടെയുള്ള സാധനങ്ങളെല്ലാം കുറച്ച് വാങ്ങിച്ചു. ഒരുപാട് കമ്മലും വളയൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു പെന്നും വളയൊക്കെ വാങ്ങി. ഏട്ടനൊരു മാലയും കൂടി വാങ്ങി. പിന്നെ നമ്മൾ അവിടെയുള്ള ഒരു ശ്രീനാരായണ ഗുരു ക്ഷേത്രത്തിൽ പോയി. അതിനുശേഷം നമ്മൾ സുനിമൂത്തേൻ്റെ വീട്ടിലേക്ക് പോയി. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ വന്നു. അതിനുശേഷം നമ്മൾ അവിടുന്ന് ഒരു ഓടപ്പൂ വാങ്ങിച്ചു. യക്ഷൻ്റെ താടിയായിട്ടാണ് ഇവിടെയുള്ളവർ ഓടപ്പൂ കണക്കാക്കുന്നത്. കൊട്ടൂരിന് മാത്രമേ ഓടപ്പൂ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ ഓടപ്പൂ ഉണ്ടാക്കുന്ന എൻ്റെ ഏട്ടനാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.